ഗുഡ് ഈവനിങ്. വെൽക്കം ടു ഇലക്ട്രിക്കൽ എഡ്യൂസോൺ. അപ്പോ നിങ്ങൾ തമിഴില് കണ്ടിട്ട് നിങ്ങൾ ഞെട്ടണ്ട. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ മൊത്തം വേക്കൻസി ഇത്രയല്ലേ ഉള്ളൂ. ഇലക്ട്രിക്കല് മെക്കാനിക്കലിനും കൂടി കൂട്ടി കഴിഞ്ഞാൽ ഇത്രയില്ലേ എന്നുള്ള രീതിയിൽ വേണ്ട. കാരണം വെച്ചാൽ നിങ്ങൾ നോട്ടിഫിക്കേഷൻ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. അതിൽ പല പോസ്റ്റുകളും എന്ത് ചെയ്യാം, അത് ഒരു ഡിപ്പാർട്ട്മെന്റ് ഇലക്ട്രിക്കലിന്റെ ആണെന്നുണ്ടെങ്കിലും അതിൽ എന്ത് ചെയ്യാം, മെക്കാനിക്കൽ ആർക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിൽ എന്ത് ചെയ്യാം, ഇലക്ട്രിക്കൽ ആർക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. അല്ലെ? അപ്പൊ അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അനാലിസിസിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോഴെന്ത് ചെയ്യാം, ഇതിന് കുറച്ചധികം എഫേർട്ട് എടുത്തിട്ടുണ്ട്. അപ്പോ എല്ലാവരും എന്ത് ചെയ്യാം, വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണാൻ വേണ്ടി ശ്രമിക്കുക. അതേപോലെ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, മാക്സിമം എല്ലാവരുടെ അടുത്തേക്കും എന്ത് ചെയ്യാം, എത്തിക്കുക. ഓക്കെ. അപ്പോഴെന്ത് ചെയ്യാം, നമുക്ക് വൺ ബൈ വൺ ആയിട്ട് നമുക്ക് നോക്കാം. ഓക്കെ. നമുക്ക് ഇതിന്റെ നമ്മൾ പിന്നെ ഒരു ഇതില് ചെയ്യുന്നുണ്ടാവും. എന്നിരുന്നാലും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. പക്ഷെ ഇത് നിങ്ങൾ നോക്കുമ്പോൾ ഇതിലിപ്പോ 340 1394 ഉള്ളൂ. പക്ഷെ അങ്ങനെയല്ല അത്. ഓക്കെ. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. ഇതിലിപ്പം പറയുകയാണെങ്കിൽ ഇപ്പം ഇലക്ട്രിക്കൽ ആണ്, സിവിൽ ആണ്, മെക്കാനിക്കൽ ആണെങ്കിലും ഏറ്റവും കൂടുതൽ അപ്ലൈ ചെയ്യുന്നുണ്ടാവുക എവിടെയായിരിക്കും? ബാംഗ്ലൂർ ആണെങ്കിൽ സിവിലിന് 182, ഇലക്ട്രിക്കലിന് 59, മെക്കാനിക്കൽ 85, ഇ സിക്ക് 13. ഇ സി പിന്നെ സി എസ് ഡിപ്പാർട്ട്മെന്റ് നമ്മൾ കൊടുക്കുന്നേ ഉള്ളൂ. അത് രണ്ടും സെയിം തന്നെയാണ് കേട്ടോ. 13 ഇ സി സി എസ് 13. ഓക്കെ. പിന്നെന്താ സ്റ്റോർ 13. പിന്നെ ടി എം ട്രാക്ക് മെഷീനിലേക്ക് 45 ഉള്ളത്. പിന്നെ നോക്കുവാണെന്നുണ്ടെങ്കിൽ ചെന്നൈയിൽ 138, 150. ഇത് നമ്മൾ എക്സൽ ഷീറ്റിൽ ചെയ്തതാണ്, അതുകൊണ്ടാണ് കൺവേർട്ട് ചെയ്യുമ്പോൾ ഈ ഒരു രീതിയിലേക്ക് വന്നേക്കുന്നത്. മെക്കാനിക്കൽ 273, ഇ സിക്ക് 40. സെയിം തന്നെ. സ്റ്റോർ 16, ട്രാക്ക് മെഷീൻ 35. പിന്നെയുള്ളത് അപ്ലൈ ചെയ്യുന്ന ഒരു ഐഡിയ ഉള്ളത് ബാംഗ്ലൂര് പറഞ്ഞു, ചെന്നൈ പറഞ്ഞു. പിന്നെ അഹമ്മദാബാദിൽ അപ്ലൈ ചെയ്യുമോ? 193, 52, 92, 39, 6, 59 ഉള്ളത്. ഇതിൽ ആർക്കൊക്കെ എന്തൊക്കെ അപ്ലൈ ചെയ്യാന്നില്ലായിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയുന്നുണ്ടാവും. ഓക്കെ. പിന്നെ ഉള്ളത് മുംബൈയിലേക്കാണെങ്കിൽ 428, 340, 265, 97, 127, 120. ഇനിയിപ്പോ നമ്മുടെ സെക്കന്ദരാബാദിലേക്ക് പോവാണെങ്കിൽ 267, 108, 33, 43, 10, 20. ഓക്കെ. അത് ട്രിവാൻഡ്രം സോണിലേക്കാണെങ്കിൽ നമുക്ക് എഴുതാം സിവിൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കല്, മെക്കാനിക്കല്, ഇ സി, സി എസ് നമ്മൾ ജസ്റ്റ് ഇട്ടെന്ന് മാത്രമേ ഉള്ളൂ. സ്റ്റോറ്, പിന്നെന്താ ട്രാക്ക് മെഷീൻ. തിരുവനന്തപുരം സോണിലേക്ക് വരുവാണെങ്കിൽ 50, 32, 26, 13, 0. ട്രാക്ക് മെഷീൻ ട്രിവാൻഡ്രം സോണിൽ ഇല്ല. അപ്പോൾ ടോട്ടൽ നോക്കുവാണെങ്കിൽ സിവിലിന് 346, ഇലക്ട്രിക്കലിന് 1394, മെക്കാനിക്കലിന് 1641, ഇ സിക്ക് 585, ബാക്കി സ്റ്റോർ ഡിപ്പാർട്ട്മെന്റ് 398, ടി എമ്മിലേക്ക് 803 ആണ് ഉള്ളത്. പക്ഷെ നമ്മളുടെ ഇത് നോക്ക്, തമിഴിൽ സിവിലിന് 3114. ഓക്കെ. അതേപോലെ ഇലക്ട്രിക്കലിന് 4898, ഇലക്ട്രോണിക്സിന് 2000, മെക്കാനിക്കലിന് എത്ര? ഇതെങ്ങനെ വരുന്നേ? ഇതിലിപ്പോ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യം, നിങ്ങൾ അതിന്റെ ക്വാളിഫിക്കേഷൻസ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ സാധനം തന്നെ. മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെന്റിലേക്കാണെങ്കിൽ ഇലക്ട്രിക്കൽ ക്വാളിഫിക്കേഷൻ വരുന്നുണ്ട്, ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെന്റിലേക്കാണെങ്കിൽ മെക്കാനിക്കൽ ക്വാളിഫിക്കേഷൻ വരുന്നുണ്ട്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽഡ് അനാലിസിലേക്ക് നമുക്ക് പോവാം. ഏറ്റവും നമുക്ക് സിവിൽ എഞ്ചിനീയറിംഗിന്റെ കാര്യം എടുക്കാം. ഓക്കെ. ഫസ്റ്റ് സിവിലിന്റെ കാര്യം എടുക്കാം. സിവിലിന്റെ കേസിലാവുമ്പോൾ എത്രയാ പറഞ്ഞേക്കുന്നത്? 3146. 3146. ഈ 3146 മാത്രമേ അവർക്ക് അവിടെ ഇല്ലൂ. വേറെ ഒന്നും എന്തെയാ, ഇലക്ട്രിക്കലോ മെക്കാനിക്കലോ ടി എമ്മോ ഒന്നും എന്തെയാ അവർക്ക് അവിടെ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റില്ല. ആ ഒരു 3146 ആണെങ്കിൽ ആ ഒരു 3146 മാത്രമേ ഉള്ളൂ. ഓക്കെ. സോറി. പിന്നെ എന്താ, ഒരു ചെറിയൊരു ഫാക്ടർ വരുന്നുണ്ട്. അത് നമ്മളവിടെ ഞാൻ ആഡ് ആക്കാം. ഓക്കെ. അത് നമ്മളവിടെ ആഡ് ആക്കാം കേട്ടോ. അത് അവിടെ നിൽക്കട്ടെ. സോറി. അത് അവിടെ നിൽക്കട്ടെ. ഇനി അടുത്ത എന്താ, ഇലക്ട്രിക്കലിലേക്ക് വരാം. ഇലക്ട്രിക്കലിൽ വരുമ്പോൾ എത്ര വേക്കൻസി ഉള്ളത്? ഓക്കെ. 1394 വേക്കൻസി ആണുള്ളത് അല്ലെ? ഇലക്ട്രിക്കലിന്റെ കേസ് എല്ലാം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 1394. ഈ ഇലക്ട്രിക്കലിന്റെ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ എന്ത് ചെയ്തും, ഈ മെക്കാനിക്കലിന് 1641 അവിടെ വരും. മെക്കാനിക്കൽ അപ്ലൈ ചെയ്യാൻ പറ്റും. പക്ഷെ ഇതിൽ ഈ മെക്കാനിക്കൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. മെക്കാനിക്കൽ ഈ സി എം അല്ലെങ്കിൽ മെറ്റലർജി കാര്യങ്ങൾ ഉണ്ട്. അപ്പൊ അതിലെത്ര 150 കുറവുണ്ട്. 150 കുറക്കണം. അത് മാത്രമേ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. 1641 മൈനസ് 150, 1491 വരും. 1491. അപ്പോഴെന്താ, ഇലക്ട്രിക്കൽ ആർക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? 1394 കൂടെ 1491 അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. കഴിഞ്ഞോ? ഇല്ല. പിന്നെന്താ, ഇ സിന്റെ ഈ 585 എന്ത് ചെയ്യാ, അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. ഇ സിന്റെ 585 എന്ത് ചെയ്യാ, ഇലക്ട്രിക്കൽ ആർക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും.
പ്ലസ് 585. പിന്നെന്താ ഉള്ളത്? പിന്നെ ടി എം ട്രാക്ക് മെഷീൻ. അതിലെത്ര 803 ഉണ്ട്. ആ 803 എന്തിയാ ഇലക്ട്രിക്കൽ ആർക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. ആ 803 ഇലക്ട്രിക്കൽ ആർക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ അപ്രോക്സിമേറ്റ്ലി എത്ര വരും? ഒരു 4500 അടുത്ത് വരും. ഓക്കെ, ഒരു 4500 അടുത്ത് അപ്രോക്സിമേറ്റ് ആയിട്ട് വരും. പിന്നെ വീണ്ടും ഒരു ഫാക്ടർ ഞാൻ അവിടെ ആഡ് ആക്കുന്നുണ്ട്. വീണ്ടും അവിടെ ഒരു ഫാക്ടർ ഞാൻ ആഡ് ആക്കുന്നുണ്ട്. 4500 കൂടെ ഒരു ഫാക്ടർ ഞാൻ വീണ്ടും അവിടെ ആഡ് ആക്കുന്നുണ്ട്. ഇനി അടുത്ത നേരം മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലേക്ക് വരാം. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ 1641 ഫുൾ ആയിട്ട് കിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞ 150 നിന്ന് കുറയും. കാരണം വെച്ചാൽ അത് സി എം അല്ലെങ്കിൽ മെറ്റലർജിയിൽ വരുന്നതെന്ന് തോന്നുന്നു. അപ്പൊ 1491 വരും. അപ്പൊ ഈ 1491 പിന്നെയോ അതിന്റെ കൂടെയോ വേറെ എന്തൊക്കെ അപ്ലൈ വേണ്ടി പറ്റും? ഇലക്ട്രിക്കലിന്റെ 1394 അപ്ലൈ വേണ്ടി പറ്റും. ഇസിന്റെ അപ്ലൈ വേണ്ടി പറ്റുമോ? ഇല്ല. പക്ഷെ ടി എം അപ്ലൈ വേണ്ടി പറ്റും. അപ്പൊ 1394 പ്ലസ് ടി എമ്മിന്റെ 803 അത്ര വരും. ഏകദേശം 3600 സംതിങ് വരും. പ്ലസ് ഒരു ഫാക്ടർ വീണ്ടും അവിടെ ഒരു ഫാക്ടർ ഞാൻ ആഡ് ആക്കി. ഇനി അടുത്തതോ ഇസി. ഇസി കാമ്പോ എത്രയുള്ളൂ? 585 ഇസിക്ക് 585 പ്ലസ് ഇലക്ട്രിക്കലിന്റെ എത്ര വരും? ഇസിക്കാർക്ക് എന്താ ഇലക്ട്രിക്കലിന് അപ്ലൈ വേണ്ടി പറ്റും? 1394 അപ്ലൈ വേണ്ടി പറ്റും. പിന്നെന്താ ഉള്ളത്? ടി എമ്മും അപ്ലൈ വേണ്ടി പറ്റുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. ആ ഒരു ക്വാളിഫിക്കേഷൻ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. ടി എമ്മും അപ്ലൈ വേണ്ടി പറ്റുന്ന വിചാരിക്കുന്നത് കേട്ടോ. ഓക്കെ, ഒന്ന് ക്വാളിഫിക്കേഷൻ നോക്കണേ. അപ്പൊ ടി എമ്മും കൂടി പറ്റുമെന്നുണ്ടെങ്കിൽ 803. അപ്പൊ എന്താ ഒരു ഫാക്ടർ അവിടെ കിട്ടി? എത്ര? 2000 സംതിങ് ഒരു ഫാക്ടർ പ്ലസ് ഒരു ഫാക്ടർ. ഓക്കെ, പ്ലസ് ഒരു ഫാക്ടർ. ഇനി അടുത്തോ? ഇനി കമ്പ്യൂട്ടർ സയൻസിന്റെ ആർക്ക് എന്താ? അവർക്ക് എന്താ ഇസിയുടെ ഈ 585 മാത്രമേ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവുള്ളൂ. വേറെ ഒന്നും എന്താ അവർക്ക് അവിടെ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവില്ല. പ്ലസ് വേണമെങ്കിൽ വീണ്ടും ഒരു ഫാക്ടർ. ഓക്കെ, അപ്പൊ നിങ്ങൾ വിചാരിക്കുന്ന ഈ ഒരു ഫാക്ടർ എന്താ സംഭവം ഇല്ല. ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. ഇവിടെ നമ്മൾ സ്റ്റോറിൽ പറഞ്ഞില്ലേ ടോട്ടൽ 398. അത് ഇവർക്ക് എല്ലാവർക്കും എന്താ അപ്ലിക്കബിൾ ആണ്. ആ 398 എല്ലാവർക്കും എന്താ ഇവിടെ അപ്ലിക്കബിൾ ആണ്. അപ്പൊ ഈ ഒരു രീതിയിലാണ് എന്താ ടോട്ടൽ നമ്പർ ഓഫ് വേക്കൻസീസ് ഉള്ളത്. അപ്പൊ അതുകൊണ്ടാണ് 4500ഉം 398 കൂടി എത്ര? 4898 എന്നുള്ള രീതിയിൽ. സിവിലിന് എത്ര? 3814. ഓക്കെ, ആ ഒരു രീതിയിലേക്ക് നമ്മൾ പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പോ ഓക്കെ, ഇത് ഞാൻ ജസ്റ്റ് ഒരു ഓൺ ആൻ ആവറേജ് എന്നുള്ള രീതിയിൽ നമ്മൾ പറയുന്നതാണ് കേട്ടോ. അപ്പോ ഇത്രയാണുള്ളത്. ഇത് നിങ്ങൾക്ക് എന്താ ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. ഇത്രയാണ് എന്താ അപ്ലൈ ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോ നിങ്ങൾക്ക് എന്താ ഇത്രയും പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും ഓൺ ആൻഡ് ടോട്ടൽ ആയിട്ട് നോക്കുമ്പോൾ. നിങ്ങൾക്ക് അവിടെ ക്വാളിഫിക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ക്ലിയർ കട്ട് ആയിട്ടുള്ള ഐഡിയ കിട്ടുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. ഇനിയിപ്പം ട്രിവാൻഡ്രം, ചെന്നൈ, ബാംഗ്ലൂർ, അഹമ്മദാബാദിന്റെ സെപ്പറേറ്റ് നമുക്ക് വേണമെങ്കിൽ എന്താ ഒന്നും കൂടി നമുക്ക് വേണമെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ താഴെ എന്തായാലും കമന്റ് ചെയ്യാം കേട്ടോ. നിങ്ങളുടെ ഒപ്പീനിയൻ കാര്യങ്ങളും താഴെ കമന്റ് ചെയ്യാം. അപ്പോൾ കൂടുതൽ അപ്ഡേറ്റ്സ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.